ഗുരുവായൂരപ്പൻ്റെ ചൈതന്യവും ഗുരുവായൂരപ്പൻ്റെ ശക്തികളെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ ഈ ലോകത്തുള്ള എല്ലാവർക്കും അത് ബോധ്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, 1970 ഡിസംബർ 1 അതിരാവിലെ 1-നും 2-നും ഇടയ്ക്കായിരുന്നു അവിടെ തീപിടുത്തം ഉണ്ടായത്. പണ്ട് 1970 അന്നത്തെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ അന്ന് അഗ്നിമാരുതി യോഗം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അഗ്നിമാരുതി യോഗം നിങ്ങളിപ്പോൾ എടുത്ത് നോക്കിയാൽ, പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 1970 ആ ഡേറ്റ് അനുസരിച്ച് അഗ്നിമാരുതി യോഗം ബാധിച്ചിരിക്കുകയാണ്. അതും ബാധിച്ചത് അവിടെ വേഴത്തിന്. ഈ നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേഴക്ഷേത്രമാണ് ഗുരുവായൂർ. അവിടെ അഗ്നിമാരുതി നമ്മുടെ ഗ്രഹനിലയിൽ വന്നപ്പോൾ തന്നെ, ഈ ഭൂമിയിലെ ഗ്രഹനിലയിൽ തന്നെ ആദ്യം ബാധിച്ചത് അവിടെയാണ്. പക്ഷെ അതിനുശേഷം അത് ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു അഗ്നിശുദ്ധിയായിട്ടാണ് തോന്നിയിട്ട് അതിനുശേഷം ഗുരുവായൂർ ഉയർച്ച വന്നിട്ടേ ഉള്ളൂ. അതിപ്പോൾ സാമ്പത്തികമായാലും ഗുരുവായൂരപ്പൻ്റെ ചൈതന്യത്തിലായാലും ഒരു ഉയർച്ച വന്നിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ്റെ ഒരു അഗ്നിശുദ്ധിയായിരുന്നു നടത്തിയതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം അന്നത്തെ ദിവസം ആ കാലഘട്ടത്തിൽ ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. പഞ്ചാംഗം എടുത്ത് നോക്കിയാൽ ആ ഡേറ്റ് അനുസരിച്ച് അന്ന് വേഴത്തിന് അഗ്നിമാരുതി യോഗം പിടിച്ചിരിക്കുക. ആ സമയം വേഴത്തിന് അഗ്നിമാരുതി യോഗം പിടിച്ചിരിക്കുന്ന സമയമാണ്. മനസ്സിലായില്ല? അതായത് കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന വേഴക്ഷേത്രമായ ഗുരുവായൂർ തന്നെയാണ് ആ അഗ്നിബാധ, അത് ഗ്രഹനിലയെ സൂചിപ്പിച്ചത്. അതാണ് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം. മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ വേഴമെന്ന് വെച്ചാൽ സർവേശകാരകനോ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. നാരായണനാണ്. എല്ലാ ദേവന്റെ ചൈതന്യവും അവിടെ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ വേഴം. അപ്പോൾ അവിടെ അഗ്നിമാരി വന്നപ്പോൾ ആദ്യം ബാധിച്ചത് ഗുരുവായൂരാണ്. പക്ഷെ അതിനുശേഷം ഗുരുവായൂർ പുറകോട്ട് പോയിട്ടില്ല. ഗുരുവായൂർ അല്ലെങ്കിലും പുറകോട്ട് പോയിട്ടില്ല. അതിനുശേഷം ഉയർച്ച വന്നിട്ടേ ഉള്ളൂ. സാമ്പത്തികമായിട്ടായാലും എല്ലാ രീതിയിലും, ശക്തിയിലായാലും ആ തിരക്കിലായാലും ചൈതന്യം ഗുരുവായൂരപ്പൻ്റെ വാർത്തകളിലായാലും എല്ലാ സ്ഥലത്തും ഗുരുവായൂരപ്പൻ നിറഞ്ഞു നിൽക്കുക. ഗുരുവായൂർ പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടെ